നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചാനലിൽ കോട്ടിട്ടിരുന്ന് കാലന്റെ പണിയെടുപ്പും മാത്രമല്ല കൂട്ടിക്കൊടുപ്പും അവന് വശമുണ്ട്. ചാനൽ റേറ്റിംഗിന് ഓച്ചാനിച്ച് നിൽക്കാനും ഈ അധമ മാപ്രയ്ക്ക് മടിയുണ്ടാകില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെളുപ്പിക്കാൻ എത്ര കിട്ടി? ആ കാശിന് തിന്നാൽ ദഹിക്കില്ല ഹാഷ്മി താജ് ഇബ്രാഹിം. 24 ന്യൂസ് ചാനലിലെ ഹാഷ്മിക്ക് നേരെ അതിര് വിട്ടുപോകുന്ന സൈബർ ആക്രമണം. പലരുടെയും പോസ്റ്റുകളിൽ പുളിച്ച തെറിവിളിയും കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകളും. രാഹുൽ മാങ്കൂട്ടത്തിലിന് സ്കോർ ചെയ്യാൻ ഹാഷ്മി അവസരം വെച്ചുകൊടുത്തു എന്നാണ് വലിയ വിമർശനം. അതായത് അതിജീവിതകളെ വലിച്ചു കീറാൻ ഹാഷ്മി രാഹുലിന് അവസരം ഒരുക്കി കൊടുത്തുവെന്ന്. അധികമൊന്നും പ്രതികരിക്കാതെ വലിയ ചോദ്യങ്ങൾ ചോദിച്ച് രാഹുലിനെ ബുദ്ധിമുട്ടിക്കാതെ രാഹുലിന് സ്വയം വെളുപ്പിക്കാൻ സമയം കൊടുത്തു. അതിജീവിതകൾക്കൊപ്പം എന്ന് പുട്ടിന് പീര പോലെ ഇടയ്ക്കിടെ പറഞ്ഞതല്ലാതെ വായും പൊളിച്ച് ഹാഷ്മി രാഹുലിനെ നോക്കിയിരിക്കുന്നതാണ് ഇന്റർവ്യൂവിൽ കണ്ടത്. അതെങ്ങനെയാ? രാഹുലും ഹാഷ്മിയും അളിയനും മച്ചമ്പിയുമാണല്ലോ. ഇതിനു മുൻപും ഇരുവരും ചിരിച്ചു മറിഞ്ഞു കുഴഞ്ഞു നിൽക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. അപ്പോൾ അളിയൻ ഒരു പ്രശ്നം വരുമ്പോൾ ഊരിയെടുക്കാൻ മച്ചമ്പിയല്ലേ ഓടിയെത്തേണ്ടത്? അങ്ങനെയാണ് ഹാഷ്മി ഈ ഇന്റർവ്യൂവിന് വട്ടം കൂട്ടിയത് എന്ന വലിയ ഒരു വിമർശനമാണ് ഇപ്പോൾ ഹാഷ്മിക്ക് നേരെ ശക്തമാകുന്നത്. ഹാഷ്മിയെ കയ്യിൽ കിട്ടിയാൽ അങ്ങ് കൊന്നു തിന്നും. ആ കൊലവെറിയിൽ നിൽക്കുകയാണ് CPMന്റെ സൈബർ ഗ്രൂപ്പുകൾ. ഹാഷ്മിക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണം ആയുധമാക്കി രാഹുൽ ഗ്രൂപ്പും രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. രാഹുലിന്റെ ഇന്റർവ്യൂ കണ്ട് കുരുപൊട്ടിയ കമ്മികളോട് വേടനെ വിളിച്ചിരുത്തി റിപ്പോർട്ടറിലെ മൊട്ട വെളുപ്പിച്ചപ്പോൾ നിന്റെയൊക്കെ വായിലെ പിരിവെട്ടിപ്പോയിരുന്നോ? ഇതുപോലെ കിടന്ന് കുരച്ചില്ല. അവനെതിരെയും ഒന്നല്ല 3 പരാതികളാണ്. അതിജീവിതകളെ അതിക്രൂരമായി ഉപയോഗിച്ചുവെന്നാണ് പരാതി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ത്രീലമ്പടൻ എന്ന് വിളിച്ച പിണറായി വേടനെ സ്ത്രീലമ്പടൻ എന്ന് എപ്പോഴെങ്കിലും വിളിച്ചോ? വേടന് പാടാൻ വേദി ഒരുക്കി കൊടുത്തവന്മാരല്ലേ നിങ്ങൾ? എന്നിട്ട് കമ്മികൾ സ്ത്രീപക്ഷം തള്ളാൻ വരുന്നത്. ഹാഷ്മിയുടെ നെഞ്ചത്ത് കുതിര കയറുന്നത് നിന്റെയൊക്കെ നാശത്തിനാണ്. അയാളുടെ ജോലി മാത്രമാണ് ചെയ്തത്. രാഹുലിനെ വെളുപ്പിക്കേണ്ട ഗതികേടൊന്നും എന്തായാലും ഹാഷ്മിക്കില്ല എന്ന് ഹാഷ്മിയെ പിന്തുണച്ചുകൊണ്ടാണ് രാഹുലിന്റെ ആർമി ഇപ്പോൾ നിൽക്കുന്നത്. വേടനെ വിളിച്ചു വരുത്തി അരുൺ ഇന്റർവ്യൂ എടുത്തത് മാത്രമല്ല, അയാൾ പറഞ്ഞ അരാഷ്ട്രീയത കേട്ടിട്ടും ഒരക്ഷരം പ്രതികരിക്കാതെ തലകുലുക്കിയിരുന്ന അരുൺകുമാറിനോട് കമ്മിക്കൂട്ടം എന്തുകൊണ്ട് കൊല വിളിച്ചില്ല? ദളിതന്റെ DNA-യിൽ പഠിക്കാനുള്ള കഴിവില്ലെന്ന അങ്ങേയറ്റം വിവരക്കേട് പറഞ്ഞവനെ പുഞ്ചിരിച്ചുകൊണ്ടാണ് അരുൺകുമാർ കേട്ടിരുന്നത്. അയാളെ ഒന്ന് തിരുത്താൻ പോലും സ്വയം പുരോഗമനവാദി അരുൺ തയ്യാറായില്ലല്ലോ. സാറ്റ് കളിച്ചതിനല്ല വേടനെതിരെ പരാതി വന്നത്, പീഡന പരാതിയാണ് വന്നിരിക്കുന്നത്. ഉഭയകക്ഷി സമ്മതത്തോടെ ലൈംഗിക ബന്ധം നടന്നുവെന്ന് രാഹുൽ സമ്മതിക്കുന്നുണ്ട്. അയാൾ നിഷേധിക്കാൻ തയ്യാറായില്ലല്ലോ. എനിക്ക് പറയാനുള്ളത് പറയാൻ അവസരം തരണമെന്ന് മാത്രമാണ് രാഹുൽ ആവർത്തിച്ചത്. അല്ലാതെ വേടനെ പോലെ ദളിത് പ്രിവിലേജ് കാർഡിറക്കി ഇരവാദം മുഴക്കി നടന്നില്ലല്ലോ എന്ന് സൈബർ കമ്മികൾക്ക് കണക്കിന് കൊടുക്കുകയാണ് രാഹുൽ ആർമി. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ഇന്റർവ്യൂ കൊടുത്തതിന്റെ പേരിൽ ഹാഷ്മിക്ക് നേരെ കൊലവിളിയും പുളിച്ച തെറിവിളിയും നടക്കുമ്പോഴാണ് അതിനിടയിൽ കൂടി വേടനെയും കൊണ്ടുവന്ന് തിരികെ കയറ്റി കമ്മിക്കൂട്ടത്തിനും ഭരണകൂടത്തിനും രാഹുലിന്റെ ആർമി മറുപടി കൊടുത്തിരിക്കുന്നത്. ഹാഷ്മിക്ക് നേരെ വലിയ രീതിയിലാണ് ഇപ്പോൾ പൊട്ടിത്തെറി തുടർന്നുകൊണ്ടിരിക്കുന്നത്. മാധ്യമപ്രവർത്തകരും സാംസ്കാരിക നായകരും ഒക്കെ ഹാഷ്മിയുടെ ധാർമ്മികതയുടെ അളവ് പരിശോധിക്കാൻ കോലെടുത്തിറങ്ങിയിട്ടുണ്ട്. എന്തൊരു പരസ്പര സ്നേഹം, വിശ്വാസം, വിനയം, ബഹുമാനം. ചില ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് വരുത്തി വാക്ചാതുരി കൊണ്ട് കളിക്കുന്ന ഒരു പെർവേർട്ടിന്റെ ന്യായീകരണങ്ങൾക്ക് മുന്നിൽ പൂച്ചയെ പോലെ പതുങ്ങിയിരുന്ന് തലയാട്ടുന്ന പണിയെ മാധ്യമപ്രവർത്തനമെന്നല്ല കൂട്ടിക്കൊടുപ്പെന്നാണ് വിളിക്കേണ്ടത്. മാധ്യമപ്രവർത്തകനായ ബഷീർ വള്ളിക്കുന്ന് ഫേസ്ബുക്കിലൂടെ 24 ചാനലിന്റെ അഭിമുഖത്തെ വിമർശിച്ചുകൊണ്ട് കുറിച്ചതാണ് ഇത്. അതിജീവിതകളെ അപമാനിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതുമാണ് രാഹുലിന്റെ അഭിമുഖത്തിലെ വാദങ്ങൾ. മലയാളത്തിൽ മറ്റു വാർത്താ ചാനലുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഥാപ്രസംഗം കൊണ്ട് മാത്രം പറ്റില്ലെന്ന സാഹചര്യത്തിൽ എന്തും ചെയ്തു പോകുമെന്ന അവസ്ഥയിലാണ് 24 എന്നും വയറ്റിപ്പിഴപ്പാണ് അവരെ കൊണ്ട് ഇക്കാര്യം ചെയ്യിച്ചതെന്നും ബഷീർ വള്ളിക്കുന്നിലിന്റെ വിമർശനത്തിന് താഴെ വന്ന കമന്റുകളിൽ പ്രതികരണം വരുന്നു. അധപ്പതനത്തിന്റെ പുതിയ തലമൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുതരം മനുഷ്യരാണിതെന്ന് മാധ്യമപ്രവർത്തകൻ ശ്രീജിത്ത് ദിവാകരൻ സോഷ്യൽ മീഡിയയിലൂടെ ചോദ്യം ഉന്നയിച്ചു. രാഹുലിനെ വെളുപ്പിക്കുന്നതിനായി എടുത്ത അഭിമുഖമായിരുന്നോ ഇതെന്നും പണം വാങ്ങിയാണോ സംപ്രേഷണം ചെയ്തതെന്നും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന അഭിമുഖത്തിന് താഴെ വന്ന കമന്റുകളിൽ ചോദിക്കുന്നു. 24ന്റെ അഭിമുഖത്തിൽ രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച യുവതികളെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രയോഗങ്ങളും രാഹുൽ നടത്തുന്നുണ്ട്. ഇക്കാര്യം ചോദ്യകർത്താവ് തന്നെ രാഹുലിനോട് ഉന്നയിക്കുന്നുമുണ്ട്. എന്നാൽ
ഏറ്റവും കൂടുതൽ രാഹുലിനെതിരെ ഒരു ചോദ്യങ്ങളും ചോദിക്കാതെ രാഹുലിനെ കുടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും അതിലേക്കൊന്നും കടക്കാതെ ഹാഷ്മി ഒരക്ഷരം പ്രതികരിക്കാതെ രാഹുൽ പറയുന്നത് രാഹുലിന് അവസരം കൊടുത്തുകൊണ്ട് രാഹുൽ എല്ലാം പറഞ്ഞു തീർക്കട്ടെ എന്നുള്ളൊരു മനോഭാവത്തോടെയാണ് ഹാഷ്മി ഇരുന്നതെന്നും ഇതൊട്ടും ഭൂഷണമല്ല എന്നുമാണ് മാധ്യമ മേഖലയിൽ നിന്ന് പലരും ഇപ്പോൾ ഹാഷ്മിയെ തിരുത്തി രംഗത്തേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇന്നിരുന്ന് കൊടുത്തതിൻ്റെ പേര് മാധ്യമ പ്രവർത്തനമെന്നല്ല. നിങ്ങൾ അപ്പോൾ അടക്കി പിടിച്ചു വെച്ച അറിവുകളുടെയും അനുഭവങ്ങളുടെയും പേര് മാധ്യമ പ്രവർത്തനമെന്നല്ല. നിങ്ങൾ ചോദിക്കാതെ പോയ മറു ചോദ്യങ്ങളുടെ പേര് മാധ്യമ പ്രവർത്തനമെന്നല്ല. അയാൾ പറഞ്ഞതിനേക്കാൾ അയാളെ അറിയാവുന്ന നിങ്ങൾ അയാളുടെ വാദങ്ങളെ നേരിയ ഒരു പ്രതിരോധം കൊണ്ടുപോലും മുറിവേൽപ്പിക്കാതെ പരിരക്ഷിച്ചതിൻ്റെ പേര് മാധ്യമ പ്രവർത്തനമെന്നല്ല. അറിഞ്ഞുകൊണ്ട് അയാൾക്ക് നിങ്ങൾ ചെയ്തു കൊടുത്ത സൗകര്യത്തിൻ്റെയും സൗമനസ്യത്തിൻ്റെയും പേര് മാധ്യമ പ്രവർത്തനമെന്നല്ല. അതീവ ദുർബലമായ അയാളുടെ വാദങ്ങളെ പറഞ്ഞ് സമർത്ഥിക്കാനും വിജയിക്കാനും അനുവദിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയ മൗന സമ്മതത്തിൻ്റെ പേര് മാധ്യമ പ്രവർത്തനമെന്നല്ല. അയാൾ ഈ പറഞ്ഞതൊന്നുമല്ല അയാളെന്നറിയാവുന്ന നിങ്ങൾ ആരെങ്കിലും ഒരാൾ കൂടി തെറ്റിദ്ധരിക്കപ്പെടുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതി സത്യത്തെ കൊലയ്ക്ക് കൊടുത്തതിൻ്റെ പേര് മാധ്യമ പ്രവർത്തനമെന്നല്ല. അതിജീവിതകളായ സ്ത്രീകൾ ഇത് കേൾക്കുമ്പോൾ കടന്നുപോകാനിടയുള്ള മനോനില അനുഭവിക്കാനോ ആലോചിക്കാനോ കഴിയാതെ ഇരുന്ന് തലകുലിക്കുന്നതിൻ്റെ പേര് മാധ്യമ പ്രവർത്തനം എന്നല്ല. നിങ്ങൾ ചെയ്തതിൻ്റെ പേര് ആത്മവഞ്ചന എന്നാണ്. ഇതാണ് ഹാഷ്മിക്കെതിരെ മറ്റൊരു വിമർശനാത്മക പോസ്റ്റ് വന്നിരിക്കുന്നത്. ഇതുകൂടാതെ ഇനിയുമുണ്ട് ഒരുപാട് പോസ്റ്റുകൾ. എന്നാൽ അതിൽ ചിലതൊക്കെ ഹാഷ്മിയെ പോലും വെള്ളം കുടിപ്പിക്കുന്ന തരത്തിലുള്ള ചില പോസ്റ്റുകളൊക്കെ ഉണ്ട്. മറ്റൊരു പോസ്റ്റ് കൂടി നമുക്കൊന്ന് നോക്കാം. ഹാഷ്മിയും വീണയും തമ്മിലുള്ള ഒരു ഇൻ്റർവ്യൂവിൽ വീണ ഹാഷ്മിയോട് എത്തിക്സിനെ കുറിച്ച് ചോദിച്ചു. മീഡിയ എത്തിക്സിനെ കുറിച്ച് വാചാലനായ ഹാഷ്മി ലാസ്റ്റ് ഒരു വാക്ക് പറഞ്ഞു. എത്ര എത്തിക്സ് പറഞ്ഞാലും റേറ്റിംഗ് ആണ് നമുക്ക് പ്രാധാന്യം, അതുണ്ടായാലേ ചാനൽ മുന്നോട്ട് പോകൂ എന്ന്. അത് ഹാഷ്മി തെളിയിച്ചു. പല നെറികേടുകൾ മാധ്യമങ്ങൾ കാണിച്ചെങ്കിലും രാഹുലിൻ്റെ കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി എന്നുള്ളത് സന്തോഷമുള്ള കാര്യമായിരുന്നു. റിപ്പോർട്ടറിൻ്റെ കേസിൽ താഴേക്ക് പോയ 24 ദീപക് ഇഷ്യൂ ഒരു കച്ചി തുരുമ്പാക്കി. പഴയ നമ്മൾ തമ്മിൽ മോഡിഫൈ ചെയ്ത് തമ്മിൽ പ്രോഗ്രാം തുടങ്ങി. അതൊക്കെ പോട്ടെന്ന് വെക്കാം. തമ്മിൽ കയറിയപ്പോൾ ഒന്നുകൂടെ റേറ്റിംഗ് കൂട്ടാൻ ആ മാങ്ങാണ്ടിയെ പിടിച്ച് കുമ്പസാര കൂട്ടിലിരുത്തിയിരിക്കുന്നു. തമ്മിൽ പ്രോഗ്രാമിൽ ഒരു എപ്പിസോഡിൽ കുഞ്ഞമ്മ വന്നിരുന്നു, രാഹുലിൻ്റെ പുതിയ രക്ഷക. അതിൽ കുഞ്ഞമ്മ രാഹുലിനെ സപ്പോർട്ട് ചെയ്തു സംസാരിക്കുന്നുണ്ട്. ശ്രീകണ്ഠനോട് വരെ വാദിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, നിങ്ങളും രാഹുലിനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞില്ലേ എന്ന്. അപ്പോൾ ശ്രീകണ്ഠൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഏത് തരത്തിൽ നോക്കിയാലും രാഹുലിൻ്റെ ഭാഗത്ത് തെറ്റ് മാത്രമേ ഉള്ളൂ എന്ന്. അത്രയും ചെയ്തു വെച്ചിട്ടുണ്ട്, 1 or 2 എണ്ണത്തിൽ ഒതുങ്ങില്ല. അതൊക്കെ കണ്ടപ്പോൾ കുറച്ച് ബഹുമാനം തോന്നിയിരുന്നു. ഈ കാണിച്ചത് പക്ഷേ തെണ്ടിത്തരം. ഹാഷ്മിക്കൊക്കെ ഇത്ര എത്തിക്സേ ഉള്ളൂ. റിപ്പോർട്ടർ കേസിൽ മാങ്ങാണ്ടി കുറച്ച് പൈസ തന്ന് സഹായിച്ചു കാണും. അതാവും ഹാഷ്മിയെ ശ്രീകണ്ഠൻ വെളുപ്പിക്കാൻ വിട്ടത്. ഹാഷ്മി പറഞ്ഞത് സത്യമാണ്, റേറ്റിംഗ് മാത്രമാണ് നിന്റെയൊക്കെ ലക്ഷ്യം. ഇവനെ ഇന്റർവ്യൂ ചെയ്താൽ ഇവൻ സ്വയം വെളുപ്പിക്കലല്ലാതെ ഞാൻ തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കുമോ, പറയുമോ? അതിന് വഴിയൊരുക്കിയ 24-ന് നല്ല നമസ്കാരം. ഇതായിരുന്നു മറ്റൊരു പോസ്റ്റ്. ഇതുകൂടാതെ ഒരെണ്ണവും കൂടിയുണ്ട്, അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഞങ്ങൾ അവൾക്കൊപ്പമാണ്, ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്കൊപ്പമാണ്, ന്യായത്തിനൊപ്പം നിൽക്കും, നീതിക്കൊപ്പം ഞങ്ങൾ നിൽക്കും. ഞങ്ങൾ അവൾക്കൊപ്പമാണ്, ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്കൊപ്പമാണ്, ന്യായത്തിനൊപ്പം നിൽക്കും, നീതിക്കൊപ്പം ഞങ്ങൾ നിൽക്കും. ഇനിയും അവൾക്കൊപ്പമാണ്. ഇവിടം കൊണ്ട് കോടതി തീരില്ല, ഇനിയും കോടതിയുണ്ട്. ഈ വാചകങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ദിലീപ് പ്രതിയായ കൊട്ടേഷൻ റേപ്പ് കേസ് വിധി വന്ന ദിവസം കോടതി വളപ്പിൽ വെച്ച് വികലമായ ശരീരഭാഷയോടെ തെറിവിളികളോടെ അലറിപ്പാഞ്ഞെത്തിയ ദിലീപ് അനുകൂലികൾക്ക് മുന്നിൽ നിന്ന്, അഥവാ പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകൾക്ക് മുന്നിൽ നിന്ന് മാധ്യമപ്രവർത്തകൻ റോഷി പാൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ വാക്കുകളാണിത്. ആ ക്രിമിനൽ സംഘത്തിന് മുന്നിൽ നിന്ന് പിന്തിരിഞ്ഞോടാതെ തെല്ലും ഭയക്കാതെ അയാൾ ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞ വാചകങ്ങൾ ഏറെ അഭിമാനത്തോടെയാണ് നീതിവാദികളായ മനുഷ്യർ കേട്ടത്. റോഷിയെ ലക്ഷ്യം വെച്ച് അലറിപ്പാഞ്ഞെത്തിയ ആ വലിയ സംഘം ആൺകൂട്ടം റേപ്പ് കൊട്ടേഷൻ അനുകൂലികളായ പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകളാണ്. അവർക്ക് മുന്നിൽ നീതിബോധം മാത്രം ആയുധമാക്കി റോഷി പാൽ എന്ന റിപ്പോർട്ടർ ചാനലിലെ മാധ്യമപ്രവർത്തകൻ തല ഉയർത്തി നിന്നു. കോടതി വളപ്പിൽ തനിക്ക് നേരെ അലറിയ നികൃഷ്ട മനുഷ്യരുടെ സംഘത്തിന് നേരെ ആർജവത്തോടെ തല ഉയർത്തി നിന്ന് അവൾക്കൊപ്പം എന്ന് വിളിച്ചു പറഞ്ഞ റോഷി പാലിന്റെ ദൃശ്യങ്ങൾ TV-യിൽ കണ്ട നിമിഷം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്.
ഞാൻ റോഷി പാലിനോട് പലതവണ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെയും ഒരു നീതിബോധമുള്ള മാധ്യമപ്രവർത്തകനപ്പുറം ഒരു നീതിവാദിയായ മനുഷ്യനെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇത് വീണ്ടും പറയാൻ കാരണം മറ്റൊരു മാധ്യമപ്രവർത്തകനെ ഞാൻ ഇന്നലെ TV-യിൽ കണ്ടു. ബലാത്സംഗ കേസിലെ പ്രതി രാഹുൽ മാങ്കൂട്ടത്തിലുമായി സംഭാഷണം നടത്തുന്ന 24 ന്യൂസ് ചാനലിലെ ഹാഷ്മിയെ. മസ്തിഷ്കത്തിൽ ലിംഗവളർച്ചയുള്ള ഒരു സെക്ഷൽ പെർവേർട്ടിനെ വെളുപ്പിക്കാൻ പെടാപ്പാടുപെടുന്ന അധമനായ ഒരു മാധ്യമപ്രവർത്തകനെ, നീതിബോധം തൊട്ടു തീണ്ടാത്ത ഒരു മാധ്യമപ്രവർത്തകനെ ഹാഷ്മിയിലൂടെ കാണേണ്ടി വന്ന ദിനമായിരുന്നു ഇന്നലെ. ലിംഗാധികാര പൊതുബോധത്തിന് മൂർച്ചയുള്ള ആയുധം രാഗി മിനുക്കിക്കൊടുത്ത ഹാഷ്മി അക്ഷരാർത്ഥത്തിൽ പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകളുടെ പ്രിയ തോഴനായി മാറുന്ന കാഴ്ച. 2013-ൽ എനിക്കൊരു നീതിവാദിയായ മാധ്യമപ്രവർത്തകനെ അറിയാമായിരുന്നു. അങ്ങ് ഡൽഹിയിൽ ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടർ, പേര് ഹാഷ്മി താജ് ഇബ്രാഹിം. അന്ന് കടൽമണൽ ഖനനത്തിനെതിരെ ഇങ്ങ് കേരളത്തിലെ കണ്ണൂരിൽ നിന്ന് മുലകുടി മാറാത്ത കൈക്കുഞ്ഞുൾപ്പെടെയുള്ള 3 മക്കളുമായി ഡൽഹിയിലെ കൊടും തണുപ്പിൽ ജന്തർ മന്ദറിലിന്റെ തെരുവോരത്തിരുന്ന് സമരം ചെയ്തൊരു സ്ത്രീയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. പേര് ജസീറ. ജസീറയുടെ ആ സമരം തുടങ്ങിയത് മുതൽ അത് അവസാനിക്കും വരെ ജസീറയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഒപ്പം നിന്ന മാധ്യമ പ്രവർത്തകനാണ് ഹാഷ്മി. ജസീറയുടെ സമരത്തിന് ഹാഷ്മി ചെയ്തിരുന്ന സഹായങ്ങൾ പറഞ്ഞാൽ തീരുന്നതല്ല. ജസീറ ഡൽഹിയിൽ സമരം തുടങ്ങിയ ദിവസം രാത്രി മനസമാധാനം നഷ്ടപ്പെട്ട് ഞാൻ ഹാഷ്മിയെ ഫോണിൽ വിളിക്കുമ്പോൾ ഹാഷ്മി പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും എൻ്റെ കാതിലുണ്ട്. ശ്രീജ, ധൈര്യമായിരിക്കൂ, ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടെന്ന്. ഞങ്ങളുടെ സഹോദരിക്കാണ് ഈ അവസ്ഥയെങ്കിലോ. എത്ര തിരക്കിനിടയിലും ഹാഷ്മി അന്നന്നത്തെ സമര വിവരങ്ങൾ ഫോണിലൂടെ എനിക്ക് കൈമാറിയിരുന്നു. അന്നത്തെ സമര ദിനങ്ങൾ ഹാഷ്മി എന്ന പേര് ശരിക്കും ആശ്വാസമായിരുന്നു, അല്ല ഒരു ധൈര്യം തന്നെയായിരുന്നു. അന്ന് ഹാഷ്മിയിൽ ഞാൻ കണ്ടത് മനുഷ്യസ്നേഹിയായ ഒരു മാധ്യമ പ്രവർത്തകനെ മാത്രമല്ല, ശക്തനായ ഒരു സ്ത്രീപക്ഷവാദിയെ കൂടിയായിരുന്നു. ഒരു സ്ത്രീയുടെ ഉള്ളിലെരിയുന്ന സമരാഗ്നിയുടെ പൊള്ളുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് ബോധമുള്ള ഒരു കിടിലൻ മാധ്യമ പ്രവർത്തകനായി എനിക്ക് അനുഭവപ്പെട്ട മനുഷ്യൻ. പിന്നീട് ഹാഷ്മിയുടെ നിലപാടുകളിൽ എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഒരിക്കലും ആ മനുഷ്യനോടുള്ള സ്നേഹാദരവുകൾ എന്നിൽ വറ്റിപ്പോയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നലെ അയാളോടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ നനവൊക്കെയും നിമിഷ വേഗത്തിൽ വറ്റി വരണ്ടുപോയി. ഹാഷ്മി, ഒരു പതിറ്റാണ്ടിന് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 13 വർഷങ്ങൾക്ക് മുൻപ് ഫോണിലൂടെ കേട്ട നിങ്ങളുടെ വാക്കുകൾ എൻ്റെ കാതിൽ വീണ്ടും മുഴങ്ങുന്നുണ്ട്. ശ്രീജ, ധൈര്യമായിരിക്കൂ, ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ സഹോദരിക്കാണ് ഈ അവസ്ഥയെങ്കിലോ. ഹാഷ്മി, ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ആരെയും ഇന്റർവ്യൂ ചെയ്യാം. അത് നിങ്ങളുടെ മാധ്യമ സ്വാതന്ത്ര്യമാണ്. അവർ നേരിട്ട ശാരീരിക മാനസിക പീഡനങ്ങൾക്ക് മുന്നിൽ തെളിവുകളുണ്ട്. തന്നിൽ നിന്ന് ഗർഭിണികളായ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദത്തിനുടമയെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു രാഷ്ട്രീയ ചോദ്യമെങ്കിലും ഉയരാത്ത വിധത്തിൽ നിങ്ങളുടെ സ്ത്രീപക്ഷ നീതിബോധത്തെ ആരാണ് ഹാഷ്മി മരവിപ്പിച്ച് കളഞ്ഞത്? ചോദ്യം ചോദിക്കാൻ ആർജവമുള്ള നിങ്ങളുടെ നാവിനെ ആരാണ് ഹാഷ്മി ചങ്ങലക്കിട്ടത്? നീതിയുടെ വെളിച്ചമുള്ള ഒരു വാക്കെങ്കിലും നിങ്ങളിൽ നിന്ന് ഇരയാക്കപ്പെട്ട സ്ത്രീകൾ അർഹിക്കുന്നില്ലേ ഹാഷ്മി? സ്ത്രീവിരുദ്ധ പൊതുബോധത്തിന്റെ സ്നേഹ പരിലാളനങ്ങൾ ഏറ്റുവാങ്ങി നിൽക്കുന്ന ഒരു സെക്ഷൽ പെർവേർട്ടിന് വേണ്ടി മാത്രം ചോദ്യങ്ങൾ എഴുതുവിട്ടതിന് പകരമായി, അഥവാ നീതിബോധം ഒരു സെക്ഷൽ പെർവേർട്ടിന് മുന്നിൽ പണയം വെച്ചതിന് പകരമായി ഹാഷ്മിക്ക് എന്താണ് കിട്ടിയത്? ഓർത്തുവെച്ചോളൂ ഹാഷ്മി, ഇരകളെ ചവിട്ടിയരയ്ക്കാൻ ലിംഗാധികാര പൊതുബോധത്തിന് വലിച്ചെറിഞ്ഞു കൊടുത്ത നിങ്ങൾക്ക് ഒരിക്കൽ മറുപടി പറയേണ്ടി വരും. കാരണം കാലത്തിന്റെ കണക്ക് പുസ്തകത്തിന് തെറ്റുപറ്റാറില്ല. റോഷി, ഞങ്ങൾക്ക് ഉപമിക്കാൻ, ചൂണ്ടിക്കാണിക്കാൻ നിങ്ങളെന്ന മാധ്യമ പ്രവർത്തകനെങ്കിലും ഉണ്ടായതിൽ മാത്രമാണ് ആശ്വാസം. ശ്രീജ നെയ്യാറ്റിൻകര പങ്കുവച്ചതായിരുന്നു ഈ ഒരു കുറിപ്പ്. അതായത് ഹാഷ്മി പൂർണ്ണമായും രാഹുലിന് കീഴ്പ്പെട്ടു പോകുന്ന കാഴ്ചയാണ് ആ ഇന്റർവ്യൂവിൽ കാണാൻ കഴിഞ്ഞതെന്നും സ്ത്രീകളെ വീണ്ടും ചവിട്ടി മെതിക്കുന്നതിന് രാഹുലിന് അതിൻ്റെ മുകളിൽ കയറി നിന്ന് അലമുറയിട്ട് ചിരിക്കുന്നതിന് ഹാഷ്മി അവസരം വെച്ചു കൊടുത്തു എന്നാണ് വലിയ വിമർശനങ്ങൾ വരുന്നത്.